ഹലോ കൂട്ടുകാരെ, വിക്യുവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എൻട്രൻസ് എക്സാമിന് 3D ജോമെട്രിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ ചോദിക്കാറുണ്ട്. കൂടാതെ അതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റീവായി ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് വെച്ചാൽ ഫൂട്ട് ആൻഡ് പെർപെൻഡിക്കുലർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. എന്ന് വെച്ചാൽ നമുക്കൊരു പോയിന്റ് തരും. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനൊരു പോയിന്റ് തരും, ഒരു ലൈൻ പെർപെൻഡിക്കുലറായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഈ പോയിന്റ് ഇപ്പോൾ എച്ച് എം എൻ എന്ന് എടുക്കാം. ഓക്കെ, എച്ച് എം എൻ. അതുപോലെ തന്നെ നമുക്ക് ഈ ലൈനിൽ നമുക്ക് എന്ത് തരിക, കാർട്ടീഷ്യൻ ഇക്വേഷൻ തരും. എക്സ് മൈനസ് എക്സ് വൺ ഓൾ ഡിവൈഡ് ബൈ എ ഈക്വൽ ടു വൈ മൈനസ് വൈ മൈനസ് വൈ വൺ ഓൾ ഡിവൈഡ് ബൈ ബി ഈക്വൽ ടു സെഡ് മൈനസ് സെഡ് വൺ ഈക്വൽ ടു സി. ഞാൻ ഇവിടേക്ക് എക്സ് മൈനസ് എക്സ് വൺ ഓൾ ഡിവൈഡ് ബൈ എ ഈക്വൽ ടു ഇവിടേക്ക് എടുത്തെഴുതുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ ഒരു കാർട്ടീഷ്യൻ ഇക്വേഷൻ തരും. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾക്ക് ചിലപ്പോൾ കാർട്ടീഷ്യൻ ഇക്വേഷൻ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് നിങ്ങൾ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന ഫോമിലേക്ക് നിങ്ങൾ ആദ്യം മാറ്റണം. ഓക്കെ, അതാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. നമുക്കൊരു പോയിന്റ് ഉണ്ട്, എച്ച് എം എന്ന് കൺസിഡർ ചെയ്യുക. അടുത്ത് നമുക്കൊരു കാർട്ടീഷ്യൻ ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനൊരു കാർട്ടീഷ്യൻ ഇക്വേഷൻ തന്നിട്ട് അത് ചിലപ്പോൾ കാർട്ടീഷ്യൻ ഇക്വേഷൻ തരില്ല, അതിലേക്ക് നമ്മൾ മാറ്റണം. ഓക്കെ, അത് കൂട്ടുകാർ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യുക. അതിന് ശേഷം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ പോയിന്റിൽ, ഈ പെർപെൻഡിക്കുലർ മീറ്റ് ചെയ്യുന്ന പോയിന്റ്, ആ പോയിന്റിൽ നമ്മൾ എന്താ വയ്ക്കുക വെച്ചാൽ എക്സ് വൈ സെഡ്. ഓക്കെ, എക്സ് വൈ സെഡ്. നമ്മൾ ഈ എക്സ് വൈ സെഡ് ഓരോ പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ ആ പോയിന്റുകൾ കിട്ടിയാലാണ് ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ വെച്ചാൽ രണ്ട് ക്വസ്റ്റ്യൻ വരിക. ഒന്നുകിൽ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഒരു പോയിന്റിൻ്റെ ലൈനായിട്ട് നമ്മൾ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഈ പോയിന്റ് ഉണ്ടാക്കുന്ന ഇമേജ്. ലൈക്ക് ഞങ്ങൾ നീട്ടി വരയ്ക്കുന്നുണ്ട്, കൂട്ടുകാർ ശ്രദ്ധിക്കുക. ലൈക്ക് ഇമേജ് ഇപ്പോൾ പറയുക വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഐ എം ജി എന്ന് എടുക്കും. ഇമേജിൻ്റെ പോയിന്റ്, ഇമേജ് എന്തുകൊണ്ട് എടുക്കും, ഐ എം ജി എടുക്കും. ഒന്ന് ഇമേജിൻ്റെ പോയിന്റ് പറയാം, അല്ലെങ്കിൽ എന്ത് പറയും, ആ ഡിസ്റ്റൻസ് തന്നെ. ഡിസ്റ്റൻസ് ആണെങ്കിൽ വേറെ വളരെയധികം റെയറാണ്. കാരണം വെച്ചാൽ നമുക്ക് കുറച്ച് ടൈമുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ചോദ്യം തീരെ ചോദിക്കാറില്ല. പക്ഷേ ഇമേജ് മസ്റ്റ് ബി ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ മീറ്റ് ചെയ്യണ പോയിന്റ്സുകൾ എന്ന് വെച്ചാൽ ഫൂട്ടിൻ്റെ പോയിന്റ്സ് കണ്ടുപിടിക്കാനുള്ള ചോദ്യം ചോദിക്കാറ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ നമുക്ക് ഈ കാർട്ടീഷ്യൻ ഇക്വേഷൻസ് ഇല്ലേ, ഈ 3 സെക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ഇക്വേഷൻസ് ഉണ്ടാക്കണം. എങ്ങനത്തെ ഇക്വേഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ലൈക്ക് ഇങ്ങനത്തെ ഇക്വേഷൻ എക്സ് എന്താണ് ഇവിടെ നിന്ന് വരിക, എക്സ് നോക്കിയാൽ ഇവിടെ എ ഉണ്ട്. നമ്മൾ ഇതിനെല്ലാം കൂടി ഒരു കോൺസ്റ്റൻറ്റ് കൊടുക്കുക. ഓക്കെ, ഇവിടെ കാണാനില്ല, നമ്മളിവിടെ ഇതിനെല്ലാത്തിനും കൂടി ഈക്വൽ ടു കെ എന്ന് ഞാൻ കൊടുക്കണം. ചില ആൾക്കാരൊക്കെ ലാംഡ കൊടുക്കും, സെഡ് കൊടുക്കും. സത്യം പറയാ കഴിഞ്ഞാൽ ലാംഡയായിട്ടൊക്കെ ഏറ്റവും നല്ലത് കെ ആണ് കേട്ടോ. ഓക്കെ, കെ നമ്മൾ കൊടുത്തു. അപ്പോൾ ഇപ്പോൾ പറയാ വെച്ചാൽ ഇവിടെ എക്സ് മൈനസ് എക്സ് വൺ ബൈ എ ഈക്വൽ ടു കെ, അതുപോലെ തന്നെ വൈ മൈനസ് വൈ വൺ ഡിവൈഡ് ബൈ ബി ഈക്വൽ ടു കെ, അതുപോലെ എക്സ് സെഡ് മൈനസ് സെഡ് വൺ ഓർ ഡിവൈഡ് ബൈ സി ഈക്വൽ ടു കെ ആണ്. നമ്മൾ വെച്ചാൽ എക്സിന് മാറ്റി ചെയ്താൽ എന്താ, ഈ എ ഈക്വൽ ടു ഇവിടെ മൊത്തം ഈക്വൽ ടു കെ അല്ല. അപ്പോൾ എ കെ, ഓക്കെ, എ കെ പ്ലസ് എക്സ് വണ്ണും, അതുപോലെ തന്നെ വൈ ഈക്വൽ ടു എന്ത് വരും, ബി കെ പ്ലസ് വൈ വണ്ണും, അതുപോലെ സെഡ് ഈക്വൽ ടു സെഡ് കെ പ്ലസ് സി കെ പ്ലസ് സെഡ് വണ്ണും വരും. ഓക്കെ, ഇങ്ങനത്തെ ഇക്വേഷൻ ഫോം. അപ്പോൾ ഇങ്ങനെ ഇക്വേഷൻ ഫോം എന്ന് വെച്ചാൽ എൻട്രൻസ് എക്സാം ഇത്ര ടൈം കിട്ടില്ല. അപ്പോൾ കൂട്ടുകാർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വേഗം എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഫോം ചെയ്യാം. പിന്നെ എന്ന് വെച്ചാൽ ജസ്റ്റ് കാർട്ടീഷ്യൻ ഇക്വേഷൻ തന്നെ നമുക്ക് ഡയറക്റ്റ് കൂട്ടി. പക്ഷേ എന്തായാലും കെ എന്ന കോൺസ്റ്റൻറ്റ് എന്തായാലും കണ്ടുപിടിച്ചിരിക്കും. അപ്പോൾ കെ എന്ന് കണ്ടുപിടിക്കാൻ കുറേ അധികം വഴികളുണ്ട്. വെച്ചാൽ ഇക്വേഷൻ ഫോം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഞാനൊരു സൂപ്പർ സിമ്പിളായിട്ടുള്ള, അതുപോലെ സ്പീഡി ആയിട്ടുള്ള ഒരു ഫോർമുല പറഞ്ഞുതരാം. ആ ഫോർമുല നിങ്ങൾ അതേപോലെ പഠിക്കുക, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫോർമുലയ്ക്ക് നേരെ കിടക്കാം. എന്താണെന്ന് വെച്ചാൽ കെ ഈക്വൽ ടു അടിയിൽ ഓൾ ഡിവൈഡ് ബൈ എന്ന് വെച്ചാൽ നമുക്കറിയാം ഈ എ ബി സി പറയുന്നത് എന്താ, ഡയറക്ഷൻ റേഷ്യോസ് ആണ്. ഓക്കെ, എന്താണ് ഈ എ ബി സി, ഡയറക്ഷൻ റേഷ്യോസ്. അപ്പോൾ അടിയിൽ അതിൻ്റെ സ്ക്വയറുകൾ ചെയ്താൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഓക്കെ, അതിൻ്റെ മേലെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റത്തെ ഡയറക്ഷൻ റേഷ്യോ ചെയ്ത എ ഇൻറ്റു എന്ന് വെച്ചാൽ ഇതാണ് പോയിന്റ് അല്ലേ, ഇതാണ് പോയിന്റ് തന്നില്ല. ലൈക്ക് അവർ തരും 2 1 0 അങ്ങനെ അതിലൊരു പോയിന്റ് തരും അല്ലേ, അതാണ് പോയിന്റ്. അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ പോയിന്റ് മൈനസ് ലൈനത്തെ പോയിന്റ് എന്താ, ലൈനത്തെ പോയിന്റ് വേണ്ട ഇവിടെ എന്താ മൈനസ് എക്സ് വൺ അല്ലേ. ഇവിടെ മൈനസ് എക്സ് വൺ ആச்சு അതുപോലെ തന്നെ എന്ത് ചെയ്താൽ മൈനസ് എക്സ് വൺ ചെയ്താൽ. ഓക്കെ,
ഇനിയിപ്പോൾ പ്ലസ് ആണെങ്കിൽ എന്ത് ചെയ്യുക, അതുപോലെ തന്നെ എഴുതുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ പ്ലസ് ആയിട്ട് പ്ലസ് എന്ന് എഴുതുക, ഇവിടെ മൈനസ് ആയിട്ട് മൈനസ് എന്ന് എഴുതുക. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ പ്ലസ് ആണെന്ന് വെക്കുക, പ്ലസ് ആണെങ്കിൽ എന്നുണ്ടാവുക ഇത് പോയിന്റ് എന്തായിരിക്കുക, ഒരു നെഗറ്റീവ് പോയിന്റ് ആയിരിക്കും അല്ലേ. പക്ഷേ ഇവിടെ ഓടി നമുക്കറിയാം എച്ച് മൈനസ് അല്ലേ, അത് അവിടേക്ക് പോകുമ്പോൾ എന്തായിരിക്കും, പ്ലസ് ആയി മാറും. അതുകൊണ്ട് ഞാൻ പറയണേ, ഇവിടെയുള്ള ഡയറക്റ്റ് പോയിന്റ് എന്താണോ അത് ഡയറക്റ്റ് ഇവിടെ നിന്ന് കുറയ്ക്കുക. പ്ലസ് അടുത്ത ഡയറക്ഷൻ റേഷ്യോ ബി ഇൻറ്റു അടുത്ത പോയിന്റ് മൈനസ് ലൈൻ പോയിന്റ്, ഏതാ പോയിന്റ് ലൈൻ പോയിന്റ് ബി എം മൈനസ് y1 പ്ലസ് സി ഇൻറ്റു എന്ത് വരും, സി ഇൻറ്റു എന്ത് വരാ, ഇത് സി ആണ് കേട്ടോ, ബ്രാക്കറ്റ് അല്ല സി ആണ്. സി ഇൻറ്റു നമ്മളൊരു ബ്രാക്കറ്റ് ഇട്ടിരുന്നു, സി ഇൻറ്റു ജസ്റ്റ് ആ ലൈൻ്റെ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ ക്ഷമിക്കുക, കാരണം വെച്ചാൽ അത് അടുത്തായി. സോ സി ഇൻറ്റു എന്താണ് ലൈൻ പോയിന്റ് എൻ മൈനസ് എന്ത് ചെയ്തു, അല്ല പോയിന്റ് മൈനസ് ലൈൻ പോയിന്റ്, ദാറ്റ് ഈസ് എൻ മൈനസ് z1. മനസ്സിലായി, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഓൾ ഡിവൈഡ് ബൈ നേരത്തെ പറഞ്ഞാൽ a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഞാൻ ഓൾറെഡി ഒന്ന് വായിച്ചു തരാം, നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. ഇതൊക്കെ ഡയറക്ഷൻ റേഷ്യോസ് ആണ് ABC. സോ എ ഇൻറ്റു പോയിന്റ് മൈനസ് ലൈൻ പോയിന്റ് h മൈനസ് x1, അതുപോലെ ബി ഇൻറ്റു എം മൈനസ് y1, അതുപോലെ തന്നെ സി ഇൻറ്റു എന്താണ് എൻ മൈനസ് z1. ഇത് ചെയ്താൽ കെ കിട്ടും. ഈ കെ നിങ്ങൾ ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എക്സും വൈയും സെഡും കിട്ടും. ഓക്കെ, എക്സും വൈയും സെഡും നിങ്ങൾക്ക് ഡയറക്റ്റ് കിട്ടും. ഓക്കെ, അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചെയ്യാം. അടുത്ത് ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ എന്തെങ്കിലും ചെയ്യാനായിട്ട് മുന്നേ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇമേജ് IMG എന്ന് പറഞ്ഞ പോയിന്റിൽ ഈ IMG എങ്ങനെ എടുക്കുക വെച്ചാൽ ഇപ്പോൾ ഐ ഇക്കട്ടൊന്നുമില്ല, നടുക്കത്ത് നമുക്ക് പോയിന്റിൽ XYZ, എക്സും വൈസെഡിൻ്റെ ഇരട്ടികൾ എടുക്കുക, ഡബിൾസ് എടുക്കുക. ഓക്കെ, സോറി, അപ്പോൾ 2x മൈനസ് എന്ത് ചെയ്യുക, ഈ പോയിന്റ് ചെയ്യുക H, അതാണ് ഇവിടുത്തെ എക്സ് ആക്സിസിലത്തെ പോയിന്റ്. ഓക്കെ, അതുപോലെ തന്നെ എന്താ എം എന്ന് പറഞ്ഞ പോയിന്റ് അല്ല, ആ വാല്യൂ എന്താ പറയുന്നത് വെച്ചാൽ എന്തിന് 2y മൈനസ് എം. അതുപോലെ തന്നെ G = എന്ത് വരും, G = 2z മൈനസ് എൻ. അത്രയുള്ള പരിപാടി. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് നേരിട്ട് പോകാം. ഞാൻ ഈ കൂട്ടുകാർക്കുള്ള ക്വസ്റ്റ്യൻ തരാം. ഞാൻ വെച്ചാൽ തീരെ കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. കൂട്ടുകാർ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ഇനി ഇതിനെ പറ്റി കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. കൂട്ടുകാർക്കുള്ള ക്വസ്റ്റ്യൻ ഞാൻ തരാം. എന്ന് വെച്ചാൽ നമുക്കുള്ള എന്താണെന്ന് വെച്ചാൽ ഒരു ലൈനുണ്ട്. ഓക്കെ, ഒരു ലൈനുണ്ട്. ആ ലൈനിൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഞാൻ തരാം. എന്താണെന്ന് വെച്ചാൽ എന്താണ് 1 മൈനസ് എക്സ്, ഞാൻ എൻ്റെ വഴികളും പറയാൻ കേട്ടോ. 2 മൈനസ് y = എന്താ z+1 ആണ്. ഓക്കെ, നിങ്ങൾ കൂട്ടുകാരെ ഇതിൽ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. അതിനായിട്ട് പിന്നെ പോയിന്റും തരാം, എന്താ 0,3, -2. ഇതിൻ്റെ ഇമേജ് കണ്ടുപിടിക്കാനാണ് കൂട്ടുകാർക്കുള്ള ക്വസ്റ്റ്യൻ. ഇതെന്ത് ചെയ്യും, നിങ്ങൾ ആൻസർ കമൻറ്റ് ബോക്സിൽ ഇടാം. ഓക്കെ, ആൻസർ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഇടാം. ഓക്കെ, ആൻസറിന് കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, സോ ഇതാണ് ക്വസ്റ്റ്യൻ. 0,3, -2. അതൊരു ഇക്വേഷൻ തന്നെ. ഈ ഇക്വേഷൻ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. കാരണം ഇത് കാർട്ടീഷ്യൻ്റെ ബേസിക് ഫോമാണോ, ഒരിക്കലല്ല. നിങ്ങൾ ആ ബേസിക് ഫോമിലേക്ക് ആദ്യം മാറ്റിയിട്ട് എന്ത് ചെയ്യണം, ഇക്വേഷൻ സോൾവ് ചെയ്യുക, കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കുക. പക്ഷേ ഇവിടെ എന്താണെന്ന് അറിയാം, ഇമേജ് ആണ്. ഇപ്പോൾ ഇമേജ് ഞാൻ പറഞ്ഞു നേരത്തെ ക്വസ്റ്റ്യനിൽ എന്താ ഡബിൾ എടുത്തിട്ട് എന്ന് വെച്ചാൽ XYZ ഇവിടെ നിങ്ങൾക്ക് ആദ്യം കെ കിട്ടും. ആ കെ പുട്ട് ചെയ്തിട്ട് XYZ എന്ന് വെച്ചാൽ ആ ഫൂട്ടിൻ്റെ കോർഡിനേറ്റ്സ് കിട്ടും. XYZ ഇട്ടതിന് ശേഷം അതിൻ്റെ ഡബിൾ എടുത്തിട്ട് ഈ പോയിന്റ് കുറച്ച് നമുക്ക് എന്ത് കിട്ടും, ഇമേജ് പറഞ്ഞ പോയിന്റ് കിട്ടും. ഓക്കെ, സോ അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ കൂട്ടുകാർ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ കൂടുതൽ കണ്ടൻറ്റ് വേണമെങ്കിൽ കൂട്ടുകാർ നമുക്ക് കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഇതുപോലെ റിലേറ്റഡ് കൂടുതൽ വീഡിയോസ് ലഭിക്കുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഏകദേശം 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അടിക്കാറായിട്ടുണ്ട്. കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഷോർട്ട് ഉണ്ട്. കൂട്ടുകാർ ഒന്ന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യാൻ സെറ്റാണ്. പിന്നെ അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഇതുപോലെ കൂടുതൽ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ജസ്റ്റ് ആ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തേക്കുക. ഓക്കെ, താങ്ക് യു. മറ്റൊരു വീഡിയോയിലും കാണാം.